ഏറ്റവും കൂടുതൽ ഫാൾസ് ഇൻഫർമേഷനും പ്രോമിസസും നൽകി അഡ്മിഷൻ എടുക്കുന്ന ഒരു മെയിൻ ഏരിയയാണ് കൊമേഴ്സിൻ്റെ പ്രൊഫഷണൽ കോഴ്സസിൻ്റെ ഏരിയ. CA, CMA, ACCA, CS, EA, CPA തുടങ്ങിയ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകൾ കൊമേഴ്സ് മേഖലയിലുണ്ട്. ആൻഡ് ഇതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻസ് സ്റ്റുഡൻസിലേക്ക് പാസ് ചെയ്യാതെയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടുത്തെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നത്, ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുപ്പിക്കുന്നത്. 21-ാം വയസ്സിൽ അല്ലെങ്കിൽ 23-ാം വയസ്സിലൊക്കെ ലൈഫും കരിയറും സെറ്റ് ആവുന്ന കണ്ടിട്ട് നിങ്ങൾ ഇത്തരം കോഴ്സുകൾ എടുക്കരുത്. കാരണം ഇത്തരം പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റുക, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. CA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർ പാസ്സായി ആർട്ടിക്കിൾ കഴിഞ്ഞ് ഫൈനൽ ക്ലിയർ ചെയ്യണം. CMA ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ പേപ്പർ ക്ലിയർ ചെയ്ത് വരാൻ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു അബവ് ആവറേജ് സ്റ്റുഡൻറ്റ് അത്യാവശ്യം സമയം എടുക്കും. എക്സ്ട്രാ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻസ് ആണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഇത്തരം കോഴ്സുകളൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അതൊരു എക്സെപ്ഷണൽ കേസസ് ആണ്, നമുക്ക് എപ്പോഴും എക്സാമ്പിൾ ആക്കിയിട്ട് അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതിനർത്ഥം ഈ കോഴ്സിൻ്റെ ഔട്ട്കംസ് മോശമാണ്, ജോബ് ഇല്ല എന്നുള്ളതും അല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. പക്ഷേ ഈ ടൈം ലൈനും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾ CA, CMA, ACCA പോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എൻറോൾസിൻ്റെ പ്ലാറ്റ്ഫോമിൽ CA, CMA പോലത്തെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരുപാട് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലാന്നുണ്ടെങ്കിൽ പഠിച്ച് ജോബ് ചെയ്യുന്നവർ. സോ അവരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എത്ര ടൈം ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, എത്ര ഫീസ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൗൺസിലിംഗ് കോളിനൊക്കെ അപ്പുറത്ത് റിയൽ ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എൻറോൾസിൻ്റെ ടീമിനായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു മെൻറ്റർഷിപ്പിനായിട്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, ഇത്തരം കോഴ്സുകളിൽ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക.